എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങള് ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എറണാകുളം കൊച്ചി പോവാണ്. അപ്പൊ അവിടെ കുറച്ച് കറങ്ങണം. അതിന്റെ വീഡിയോസുകളാണ് ഇനി ഉണ്ടാവണത്. അല്ലെ ലുലുമാളെ പോണം, പിന്നെ മറൈൻ ഡ്രൈവിലൊക്കെ പോണം, പിന്നെ അവിടെ കിടന്ന് അടിച്ചു പൊളിക്കണം. മെട്രോയില് പോണം. മെട്രോയില് പോണം. പൊടി രണ്ടാമത്തെ മെട്രോ യാത്രയാണ്. അപ്പൊ അവിടെ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ വീഡിയോസുകൾ ഇടാം. അപ്പൊ എല്ലാവരും കാണണം കേട്ടാ. ഓക്കെ അങ്ങനെ ഞാനും പൊടിമോളും പൊന്നൂസും കൂടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ. അപ്പോൾ നമ്മൾ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് കണ്ടത്. അപ്പോഴാണ് നമ്മുടെ വന്ദേ ഭാരത് ആ വഴി അങ്ങോട്ട് പോണത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം നമ്മൾ അടിപൊളിയായി കണ്ടു നിന്നു. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ നേരിട്ട് കണ്ടു. അപ്പോൾ പൊടിമോൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ പൊടിമോള് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ട്രെയിൻ കയറി മെട്രോയിലേക്ക് ആലുവയിൽ ചെന്നിറങ്ങി മെട്രോയിലേക്ക് പോകണം കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടാ. അപ്പം അങ്ങനെ മെട്രോയിൽ അപ്പോൾ നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ മെട്രോ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ കിട്ടി. അപ്പോൾ മെട്രോയിൽ കയറാനായിട്ട് നമുക്ക് വന്നത് ലുലു മാളിലേക്ക് പോകാനായിട്ട് നമുക്ക് വന്ന പൈസ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 40 രൂപ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പൊടിമോൾക്കും ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ 8 സ്റ്റോപ്പുണ്ട് റെഡിക്ക് ലുലു മാളിൽ. ആലുവയിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ കറക്റ്റ് 8ാമത്തെ സ്റ്റോപ്പ് ലുലു മാളിൻ്റെ അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ മെട്രോയിലൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തി. അപ്പോൾ നമ്മൾ അവിടുന്ന് മെട്രോയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ റോഡിൻ്റെ മുകളിലൂടെ ഒരു പാലമുണ്ട്. അപ്പോൾ പാലത്തിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ലുലു മാൾ കാണാം. അപ്പോൾ ലുലു മാളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ മെട്രോ വരെ അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ലുലു മാളിലേക്ക് പോവാണ്. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. റോഡിൻ്റെ മുകളിലൂടെ കാരണം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ലുലു മാളിൻ്റെ എൻട്രൻസിലേക്ക് കിടക്കണം കേട്ടോ. മെട്രോയുടെ അവിടെ നിന്ന് തന്നെ അതിലേക്ക് ഉള്ളൊരു വഴിയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കുറച്ച് നടക്കണം. കുറച്ച് നടന്നാൽ മതി. കുറച്ച് നടന്നു കഴിഞ്ഞാൽ ലുലു മാളിലേക്ക് എൻ്റർ ആവൂട്ടാ. നല്ല രസമാണ്. ഈ മെട്രോയുടെ പോലത്തെ ഒരു ഇതിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നമ്മൾക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. റെഡിക്ക് മെട്രോയുടെ ഉള്ളിൽ എങ്ങനെ അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ ലുലു മാളിലപ്പം എത്തിയിട്ടാ. അപ്പൊ നല്ല കാഴ്ചകളാട്ടാ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ എൻ്റെ പൊടിമോൾക്ക് കളിക്കാനായിട്ട് ഇതേ കുറച്ച് പാവക്കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ മറ്റേ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പൊടിമോൾ അവിടത്തൊക്കെ പോയി കുറേ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഞങ്ങളങ്ങനെ പതുക്കെ ഏറ്റവും മുകളിലോട്ട് ഇട്ടാ. ഏറ്റവും മുകളിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഏറ്റവും മുകളിലോട്ട് ഒരു ഇതുണ്ട്, എക്സലേറ്റർ ഉണ്ട്. അതിൽ കയറി നമ്മൾ മുകളിലേക്ക് പോകണം കേട്ടോ. അവിടെയും കാഴ്ചകളുണ്ട്, മുകളിലും കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം മുകളിലോട്ട് പോയി കേട്ടോ. മുകളിലോട്ട് പോയിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിയിലോട്ട് വരാമെന്ന് വെച്ചിട്ട് മുകളിലോട്ട് പോയി നമ്മൾ. അങ്ങനെ മുകളിലെത്തി. അപ്പോൾ അവിടെ കണ്ട ഈ ഭക്ഷണമൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് വേണമെങ്കിൽ അവിടെ വന്നിരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ അവിടെ കഫകളൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്നത് പിന്നെ കുട്ടികൾ കളിക്കണ ഓരോ സ്ഥലങ്ങളിലില്ലേ, ഓരോ റൈഡുകളുണ്ട് കേട്ടോ. അപ്പോൾ റൈഡുകളിൽ കയറണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഈ എന്താ പറയുക ഒരു കാർഡ് എടുക്കണം. കാർഡ് എടുക്കാനായിട്ട് നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് 750 രൂപയാണെന്ന് പറഞ്ഞു കേട്ടോ. ചെറുതുണ്ട്, ഓരോന്നിൽ കയറണമെങ്കിൽ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറുന്ന കാരണം നമുക്ക് 700 ചില്ലറ രൂപയുടെ ഒരു കാർഡ് എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ട് പിന്നെ നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് അടിയിലോട്ട് നോക്കിയപ്പോൾ അവിടെ ക്രിസ്മസ് ട്രീയും പിന്നെ അവിടെ എന്തോ DJ ഗാനമേള അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴല്ല, നമ്മൾ ചെന്നതൊരു 12 മണി നേരമാണ്. റെഡിക്ക് വൈകിട്ടാണ്. ന്യൂ ഇയർ ആയതുകൊണ്ട് വൈകിട്ടാണ് അവിടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. എന്നാലും ചെറിയ തോതിൽ അവിടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ അവർ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. മുകളിൽ ഫുൾ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ കുറേശ്ശെ അവിടെ നിന്ന് ഒരു പാട്ടൊക്കെ കേട്ട് അവിടെ നിന്ന് പിന്നെ ഡ്രസ്സ് നോക്കാനായിട്ട് പൊടിമോൾക്ക് ഡ്രസ്സൊക്കെ നോക്കാനായിട്ട് വെറുതെ കടയിൽ കയറി അവിടെ കുറേ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ പൊന്നൂസ് കുറേ പൊടിമോൾക്കുള്ള ഡ്രസ്സുകളൊക്കെ വില കുറവാണ് കേട്ടോ. വലിയ മാളാണെന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ അത്ര വലിയ വിലകളൊന്നുമില്ല. 199 200 രൂപ
അങ്ങനെയൊക്കെ ആ റേഞ്ചിലുള്ള ഡ്രസ്സുകളൊക്കെ കുട്ടികൾക്ക് പറ്റിയത് വലിയവർക്ക് പറ്റിയതൊക്കെ ഉണ്ട്. പിന്നെ വില കൂടുതലും ഉണ്ട് കേട്ടോ. വലിയ വലിയ ആൾക്കാർ വരുമ്പോൾ വലിയ വലിയ ഡ്രസ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ പൊടിമോൾക്കാണെങ്കിൽ ഫുഡിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ഫുഡിൻ്റെ സ്ഥലം. അപ്പോൾ നേരെ പോയത് ഡോണറ്റ്, കേക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കേട്ടോ പൊടിമോൾ പോയത്. അപ്പോൾ കേക്ക് മേടിക്കാൻ പറഞ്ഞപ്പോൾ കേക്ക് നമുക്ക് 140 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും പിന്നെ പല ടൈപ്പ് കേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോണറ്റ്, ക്രീം കേക്ക്, എല്ലാ സംഭവങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി അതൊക്കെ കണ്ടു. ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ മൊത്തത്തിലൊന്ന് കിടന്ന് നടന്നു. പിന്നെ നമ്മൾ ഫുഡിൻ്റെ സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ഒരുക്കത്തിലായി. അപ്പോൾ ഫുഡിൻ്റെ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ പൊടിമോൾക്ക് KFC നമ്മൾ 2 പീസ് KFCയും ഒരു എന്താ പറയുക ഒരു 7 മിറാൻഡ് മേടിച്ചുവിട്ടെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്തേക്കാണ്. മൊബൈലും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വെറുതെ ഒരു ഫോൺ മേടിക്കണം. അപ്പോൾ പൊടിമോൾ അവിടെ ഒരു കമ്പ്യൂട്ടർ ഡെമോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും എന്തൊക്കെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പിള്ളേർക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ വെച്ചിട്ടില്ല. അത് പെട്ടെന്ന് കേടൊന്നും ആവില്ല. അങ്ങനെ പൊന്നീസ് വിളിച്ചുകൊണ്ടുവന്നു. അങ്ങനെ നേരെ നമ്മൾ അടിയിൽ മറ്റേ DJയും ഗാനമേളൊക്കെ നടക്കണമെന്ന് പറഞ്ഞ ഇടത്തേക്ക് വന്നു. അടിയിലോട്ട് വന്നു. അപ്പോൾ ഭക്ഷണം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കണം. അങ്ങനെ നമ്മൾ നേരെ അടിയിലോട്ട് വന്ന് കുറച്ച് നേരം പരിപാടിയൊക്കെ പൊന്നൂസും ഞാനൊക്കെ കണ്ട് ആ ട്രീയിൽ അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. വലിയ ട്രീയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഒരു 3 നില ഹൈറ്റുള്ള ട്രീയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവർ കേട്ടോ. വലിയ ട്രീ നല്ല രസകരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടു കേട്ടോ. വൈകുന്നേരം റെഡിക്ക് പരിപാടിയൊക്കെ തുടങ്ങാം. എന്നാൽ പോലും നമ്മൾ അവർ സ്റ്റാർട്ട് ചെയ്ത് വെക്കണം നമ്മൾ എല്ലാവർക്കും കേൾക്കാനതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ KFC മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 പീസ് മേടിച്ചുള്ളൂ, ചെറിയ 2 പീസ്. നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ സാധാ വല്ല ഹോട്ടലിൽ നിന്ന് അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ ഭക്ഷണത്തിന് വില കൂടുതലൊന്നുമില്ല. എന്നാൽ പോലും പൊന്നൂസിന് ഈ വക ഭക്ഷണമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമ്മളൊരു ഫാൻറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ലുലു മാളിൽ നിന്ന് വീണ്ടും മെട്രോ കയറി MG റോഡിൽ വന്നിറങ്ങി. അപ്പോൾ ഒരാൾക്ക് 30 രൂപ വെച്ചിട്ട് 90 രൂപയാണ് വരുന്നത് കേട്ടോ മെട്രോയിൽ MG റോഡിലേക്ക്. അതായത് ലുലു മാളിൻ്റെ അവിടെ നിന്ന് 5 സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ MG റോഡിൽ ബോട്ട് ജെട്ടിയിൽ അവിടെ എത്തി. അപ്പോൾ അവിടെ കുറേ ബോട്ടുകൾ കിടക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പോകേണ്ട ബോട്ട്. നമ്മൾ വാട്ടർ മെട്രോയിൽ കയറാനാണ് വന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ, 200 രൂപ, 150 രൂപയ്ക്കൊക്കെ 1 മണിക്കൂർ കറങ്ങുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറി. അപ്പോൾ വാട്ടർ മെട്രോയിൽ കയറിയതിന് ഒരാൾക്ക് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഇവിടെയും പൊടിമോൾക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ പോണത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചിയിലാണ് രാത്രി പപ്പായിനൊക്കെ കത്തിക്കുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ ചോട്ടാ മുംബൈ സിനിമയിലായാലും നമ്മൾ എന്താ പറയുക TV-യിലൊക്കെ കാണാറില്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതാ ബാക്കിൽ കാണുന്ന ഒരു ചോപ്പ തൊപ്പി വെച്ചിട്ടുള്ള ആളൊരു പ്രമുഖനുണ്ട്. യൂട്യൂബിലുള്ള ഒരു പ്രമുഖൻ ചേട്ടനുണ്ട്. നമ്മൾ ആളുടെ അടുത്ത് പോയില്ല. ആൾ നമ്മുടെ അടുത്ത് ഹായ് ഒക്കെ കാണിച്ച് കയ്യാണ്ടൊക്കെ ഹായ് കാണിച്ച് നമ്മളും വിഷ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 പേർക്കും മനസ്സിലായി നമ്മൾ 2 പേര് യൂട്യൂബിലുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് മിണ്ടിയിട്ട് അങ്ങനെ യൂട്യൂബിലുള്ള കാലിറ്റ് PP ഫാമിലി അല്ലേ ചോദിച്ചു. അപ്പോൾ അതൊരു സന്തോഷം, ഭയങ്കര സന്തോഷമായി അതൊക്കെ കേട്ടോ. നമ്മളെവിടേക്ക് പോകുകയാണെങ്കിലും ഇപ്പോൾ കുറേ പേരൊക്കെ നമ്മുടെ അടുത്ത് അങ്ങനെ വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പൊടിമോൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ കുറേ സിനിമ ഷൂട്ട് ചെയ്ത സൈഡിലൊക്കെ കുറേ വീടുകളും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ കപ്പലും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊടിമോൾ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക. അപ്പോൾ കുറേ പേരുണ്ട് കേട്ടോ. ഈ ന്യൂ ഇയർ അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നതാണ്. കുറേ പേരുണ്ട്. പൊടിമോളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് നടക്കുക. കുറേ പേര് പൊടിമോളെ നോക്കണുണ്ട്. പൊടിമോൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ പാലം കാര്യങ്ങളൊക്കെ കിടക്കണം. അത് ഞങ്ങൾ നമ്മൾക്ക് അവിടെ എത്താനായിട്ടൊരു 15 മിനിറ്റാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കപ്പലൊക്കെ കിടക്കുന്നുണ്ട്. കുറേ കപ്പലുകൾ അങ്ങോട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ കപ്പലുകൾ കുറേ അവിടെ നിന്ന് ചരക്ക് കപ്പലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറേ എന്താ പറയുക ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ന്യൂ ഇയർ അടിച്ച് പൊളിക്കാനായിട്ട് കൊച്ചിയിലേക്ക്, ഫോർട്ട് കൊച്ചിയിലേക്ക്. അപ്പം അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടോ ഫോർട്ട് കൊച്ചിയിലെത്തി. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ വെൽക്കം ടു ഫോർട്ട് കൊച്ചി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു പാർക്കുണ്ട്. അപ്പോൾ പൊടിമോള് പാർക്ക് കണ്ടപ്പോൾ പാർക്കിലോട്ട് ഓടിപ്പോയി. അപ്പോൾ ഞാനും പൊന്നൂസ് അവിടെ ഇരുന്നു. കുറേ പേര് വന്നിട്ടുണ്ട്. വൈകിട്ടാണ് പരിപാടി. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു എന്താ പറയുക ഒരു 5 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയപ്പോൾ നമ്മളൊരു 5 മണിയോളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പൊടിമോള് അങ്ങോട്ടൊക്കെ എവിടെയോ കിടന്ന് ഓടി നടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നമ്മൾ കാണുന്ന കുറേ സ്ഥലങ്ങളിൽ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. മമ്മൂക്കയുടെ സിനിമ, പിന്നെ മോഹൻലാലിൻ്റെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതെന്ന് മനസ്സിലായി. അങ്ങനെ പൊടിമോളിനെ കാണാണ്ട് ഞാനും പൊന്നൂസും തപ്പി. പൊടിമോൾ ഇത് അറ്റത്ത് അവിടെ ഒരു സ്ഥലത്ത് ഒരു ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊടിമോളിനെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ പൊടിമോൾ കളിക്കണതിൻ്റെ നേരെ പിന്നിൽ കണ്ട ആ കാണുന്ന ആ ബിൽഡിങ്ങിൽ മമ്മൂക്കയുടെ ഒരു സിനിമ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് കേട്ടോ. ആ മമ്മൂക്ക മീനിൻ്റെ ഒക്കെ ഒരു ആയിട്ടുള്ളൊരു സിനിമ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അത് കണ്ടു. അങ്ങനെ പൊടിമോളിനെ വിളിച്ചു. ഞാൻ കുറച്ച് നേരം അതിൽ കളിച്ചു. ആരൊന്നും പറഞ്ഞില്ല, കുട്ടികൾ കളിക്കണ സംഭവമാണ് റെഡിക്ക്. അങ്ങനെ കളിച്ച് നമ്മൾ അവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടാ. പിന്നെ നമുക്ക് ഈ പാപ്പേനെ കത്തിക്കണ സ്ഥലത്തേക്ക് ഇവിടുന്ന് നമുക്ക് ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഓട്ടോറിക്ഷയിൽ പോകണമെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോവാം. ബസ്സില്ല കേട്ടോ, ഇത് വൺ വേ ആണ്. ബസ് അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ വരുള്ളൂ, അങ്ങോട്ട് പോയില്ല. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു പാപ്പേനെ കത്തിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 3 കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. വലിയ മരങ്ങളൊക്കെ കണ്ട, എന്ത് വലിയ മരങ്ങളാണ്. അപ്പോൾ പാപ്പേനെ കത്തിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു നടന്ന് പോയി കഴിഞ്ഞാൽ കുറേ കാഴ്ചകൾ കാണാണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ പൊടിമോളെ വിളിച്ച് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ഒരു ഇതിൽ നിൽക്കണം. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ തന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണാണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കണ്ട ഇതൊക്കെ കുറേ സിനിമകളിലൊക്കെ ഉണ്ട്. ഇത് സിനിമയാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ സൈഡിൽ കൂടെ അങ്ങോട്ട് നടക്കുമ്പോൾ കണ്ട ഇവിടെയൊക്കെ കടലും കായലും കൂടി ചേരുന്ന സ്ഥലങ്ങളാണ്. കുറേ കപ്പലുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്നൊക്കെ വെച്ചാൽ ഇവിടെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്ത് നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് അക്ബർ അന്തോണിയിൽ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള കുറേ സ്ഥലങ്ങൾ. ഇപ്പോൾ ചീഞ്ഞവലയാണ് ഇതിട്ടാ. അപ്പോൾ ചീഞ്ഞവല നമ്മുടെ അവിടെയൊക്കെ ഉണ്ട്, ചേറ്റുവയിലൊക്കെ ഉണ്ട്, പക്ഷേ 1-2 ഒക്കെ ഉള്ളൂ. പക്ഷെ ഇത്ര അധികം നമ്മുടെ അവിടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഇത് കണ്ടിട്ടില്ല, ഇത് നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനും സിനിമയിൽ കുറേ കണ്ടിട്ടുണ്ട്. എന്താ സംഭവം എന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കണതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ കാണുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കടലും കായലും കൂടി ചേരുന്നതിൻ്റെ സൈഡിൽ തന്നെ ഇതന്നെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോയി. നമ്മൾ വിചാരിച്ചു ഉപ്പത്തൊന്ന് നടക്കുമ്പോൾ തന്നെ ഒരു 2 കിലോമീറ്ററോളം ഈ സൈഡിൽ തന്നെ നടക്കാണ്ടിട്ട്. അപ്പോൾ പൊടിമോളൊരു പാവ അങ്ങനെ തലയിൽ വയ്ക്കില്ല, ഇങ്ങനെ ഒരു പാവ നമ്മൾ വില ചോദിക്കാൻ പോയി പൊടിമോൾക്ക് മേടിക്കാനായിട്ടാ. അപ്പോൾ അത് വില കൂടുതലാണ്. അപ്പോൾ നമ്മളത് മേടിച്ചില്ല. അപ്പോൾ ഇവിടെയും നമ്മുടെ അടുത്ത് കുറേ പേര് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളിങ്ങനെ യൂട്യൂബിലുള്ളവരല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി. അങ്ങനെ നമ്മൾ പാവേരെ വില ചോദിച്ചു. നമുക്കത് എന്തായാലും ഇപ്പോൾ മേടിക്കണ്ട അത് പറഞ്ഞു പൊടിമോളെ പറ്റി. അപ്പം നമ്മൾ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഇവിടെയുണ്ട് മറ്റേ അക്ബർ എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് ഇവരൊക്കെ ഇരുന്നിട്ട് ഒരു സർവത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു MLA ശുപാർശക്കത്ത് വേണ്ടി വന്നു എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പം അങ്ങനെ നടന്ന് സ്ഥലം എത്തണില്ല കേട്ടോ, ഒരുപാട് ദൂരം നടക്കാണ്ട്. ഇത് പപ്പായിനെ കത്തിക്കുന്ന സ്ഥലമല്ല, അത് പപ്പായിനെ കത്തിക്കുന്നത് വേറൊരു സ്ഥലത്തോട്ട് പോകണം, കുറച്ച് പോകണം കേട്ടോ. അപ്പം അങ്ങനെ ഈ കായലും കടലും കൂടി ചേർന്ന അഴിമുഖം എന്ന് പറയുന്ന പോലെ അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ ലാസ്റ്റ് എന്തിയിലെത്തിയിട്ടാ. അപ്പോൾ ഇവിടെ കുറേ പേര് കുളിക്കലും കാര്യം. അപ്പോൾ ഇത് കടലിൻ്റെ ഒരു ഇതായിട്ടാണ്, കടലായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്നൊരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. പള്ളി ഇത് കുറേ സിനിമയിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്, ഒരു പള്ളിയായി. പിന്നെ ഇനി നമ്മൾ പപ്പായിനെ കത്തിക്കുന്ന സ്ഥലത്തേക്കാണ് ഇനി പോണത്. അപ്പോൾ ഓരോ കാഴ്ചകളും ഓരോ ഷൂട്ടിങ് നടന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് കറക്റ്റായി അറിയാത്ത കാരണം ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് പോണത്. അപ്പോൾ അതായത് ഈ കാണുന്നതാണ് നമ്മുടെ ബിലാൽ കുരിശിങ്കലിൻ്റെ വീട്. നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച ബിലാൽ കുരിശിങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള വീട് കേട്ടോ, ബിഗ് ബിയിലത്തെ വീട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പൊന്നൂസും ഇപ്പോൾ കുറേ പേര് ഇവിടെ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും എടുത്ത് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇങ്ങനെ നടക്കണോടത്തൊക്കെ ഇങ്ങനെ ഓരോ ഷൂട്ടിങ് നടന്നുള്ള സ്ഥലങ്ങൾ, അതായത് രസട്ടാ. അപ്പോൾ ഇത് ഇവിടെയൊക്കെയാണ് മമ്മൂക്കയുടെ
ടീച്ചറിനെ നമ്മൾ ഇങ്ങനെ കൊല്ലണ സ്ഥലം കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്ന് നമ്മള് കൊച്ചിയിൽ മറ്റേ പപ്പായിനെ കത്തിക്കില്ലേ രാത്രി 12 മണിയാകുമ്പോ ന്യൂ ഇയർ ആകുമ്പോ അവിടെ എത്തിയിട്ട് നമ്മള് ഒരു നടന്നു. മാറ്റമുണ്ട്. ഇപ്രാവശ്യം പപ്പായിനല്ല ഈ പ്രാവശ്യം കത്തിക്കാൻ പോണത് പപ്പായിട്ട. പപ്പായിനല്ലോ ഈ പ്രാവശ്യം. കുറച്ച് ആലുകാരും ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ മറ്റേ മഴമരം എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇരുട്ടാവാത്ത കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ ഒരുപാട് പേര് വന്ന് രാത്രി ആകുമ്പോഴാണ് കുറേ പേര് വരിക. പിന്നെ നമുക്കാണെങ്കിൽ കറക്റ്റായിട്ട് തിരിച്ചു പോകാൻ അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ കൊച്ചിയിൽ പോയി അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, അടിപൊളി പുതുവത്സരം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം കേട്ടോ.